ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണഘട്ടം ഇപ്പോൾ 3 ഘട്ടമായി കഴിഞ്ഞിരിക്കുകയാണ്. പല സ്ഥാനാർത്ഥികളും ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാൻ ഇന്ന് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ പ്രചരണ പരിപാടികളെക്കുറിച്ച് വ്യക്തമായി നമുക്ക് ചോദിക്കാം. ഇപ്പോൾ 3 മുന്നണികളും ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. എന്നാൽ കോൺഗ്രസ്സൊക്കെയും വലിയ വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതുപോലെ BJPയുമായാണ് മത്സരമെന്നൊക്കെ അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോഴും LDFനെ പിന്നിലാക്കുന്ന രീതിയിലാണ് അത്തരത്തിൽ പറയുന്നത്. പക്ഷേ ജനങ്ങൾക്കറിയാം മൊത്തത്തിലൊരു വലിയ ഒരു പ്രചരണ പരിപാടി നടക്കുന്നുണ്ട്, വലിയൊരു ആവേശത്തിൻ്റെ പോരാട്ടം തന്നെയായിരിക്കുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, അത് ഈ തെരഞ്ഞെടുപ്പിൽ പല തന്ത്രങ്ങളുണ്ടല്ലോ. ആ തന്ത്രങ്ങൾ ഒരു തന്ത്രം നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥി പയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ആ തന്ത്രമാണ് കഴിഞ്ഞവണ പയറ്റിയത്. ഇത്തവണ അതേ തന്ത്രം പയറ്റാണ് ഇപ്പോൾ നോക്കുന്നത്. അവർ വളരെ അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മളും BJPയും തമ്മിൽ ആ മത്സരം, പിന്നെ നിങ്ങൾക്കെന്താ കാര്യം? ജനാധിപത്യത്തെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ കൂടാ. കാരണം ജനാധിപത്യത്തെക്കുറിച്ച് പ്രാഥമിക ജ്ഞാനമുള്ള ആരും അത് ചോദിക്കില്ല. കാരണം എന്താ, എത്രയോ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അങ്ങനെ ജനാധിപത്യം. ഇത് അഹങ്കാരത്തിൻ്റെ ശബ്ദമാണ്. അഹങ്കാരികൾ മാത്രമേ അങ്ങനെ സംസാരിക്കാറുള്ളൂ. അദ്ദേഹത്തിന് ലോകജ്ഞാനത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും പാണ്ഡിത്യത്തെക്കുറിച്ചൊന്നും ഒരു ആക്ഷേപമില്ല. അദ്ദേഹത്തെ ഞാൻ അത്ര ബഹുമാനിക്കുന്നതാണ്. പക്ഷേ ഇത് പറയാൻ പറ്റുമോ? പറ്റില്ല. രാഷ്ട്രീയത്തിൽ നിങ്ങൾ പറയേണ്ട വാക്കുകളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം. ആ ധാരണ പോലും ഇല്ലാത്ത ഒരാൾ എന്ന പ്രതീതി ഉണ്ടാക്കുന്നത് നല്ലതല്ല. അദ്ദേഹം അതാണ് ഉണ്ടാക്കിയത്. ഞാനൊന്നും പറഞ്ഞില്ല അദ്ദേഹം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ശരിക്കും പഠിക്കുന്നത് നല്ലതാണ്. പലരും 2019 തീർക്കുക. 2019 വോട്ടിനെ കണക്ക് നോക്കിയിട്ടാണ് ഗ്രേഡ് നിശ്ചയിക്കുന്നത്. ആര് പറഞ്ഞ്? 2019 ശേഷം 2021 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലം UDFൻ്റെ കയ്യിലുണ്ടായിരുന്ന അന്ന് ആ 4 മണ്ഡലത്തിൽ നിന്ന് നമുക്ക് 6 മണ്ഡലമായി മാറി. നമ്മളെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് 1,11,000 വോട്ട് കൂടി. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? 2021 2021 അസംബ്ലി ഇലക്ഷനാണ്. അന്നാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രചരണ കോലാഹലം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വന്നിരിക്കുന്ന വലിയ പ്രചരണ കോലാഹലല്ലേ? അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബിരിയാണി ചെമ്പിനകത്ത് കൊണ്ട് സ്വർണ്ണക്കട്ടികളും അതല്ലേ എവിടെയാണ് പോയത്? പോയില്ലേ? അത് കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന നമുക്ക് കിട്ടിയ വിക്ടറി എന്ന് പറഞ്ഞാൽ 99 സീറ്റാണ്. BJPക്ക് ഇവിടെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടതാണ്, നിയമ സീറ്റ്. എന്നിട്ടും BJPയാണ് എനിക്കെതിരാളി എന്ന് പറയുന്നത്. അത് ബോധപൂർവമാണ്. എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി വോട്ട് തട്ടാൻ വേണ്ടിയുള്ള സൂത്രപ്പണിയുടെ ഭാഗമാണത്. മൈനോറിറ്റി ധരിക്കും, BJP ധരിക്കാം. ഒരു കണക്കിന് ഞാൻ പറയട്ടെ, ഇവിടെ BJPയും കോൺഗ്രസും രണ്ടും ജയിച്ചാൽ മോഡിക്ക് സന്തോഷമാണ്. രണ്ട് പേര് ജയിച്ചാൽ. ഒരാൾ തൻ്റെ പാർട്ടിയുടെ പേരിൽ ജയിക്കുന്നു, ഒരാൾ അയാളെ സ്തുതിക്കുന്ന ആൾ ജയിക്കുന്നു. ഇതല്ലേ വ്യത്യാസമുള്ളൂ. 2024 ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചപ്പം ഒരു തരത്തിലുള്ള ഒരു അറപ്പില്ലാതെ പറഞ്ഞല്ലോ. അതെന്താ സംശയം? മോഡിയാന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ച് ഒരു ജ്ഞാനവുമില്ലെന്നാണോ? ബോധപൂർവ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ ഈ 2 സീറ്റിൽ ആര് ജയിച്ചാലും തിരക്കുള്ള അത് ഇന്ത്യ മഹാരാജ്യത്തിലെ BJP ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന സീറ്റായിരിക്കും അത്. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വോട്ട് തട്ടാൻ ശ്രമിക്കുന്ന ആളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, മതനിരപേക്ഷത രാജ്യത്ത് സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന പ്രസ്ഥാനം ലെഫ്റ്റാണെന്ന കാര്യം സംശയമില്ല. അപ്പോൾ മറ്റൊരു ആരോപണം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള അത്രത്തോളം പ്രചരണം തിരുവനന്തപുരത്ത് നടത്തുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ആ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെയാണ്. ഇതൊക്കെ നമ്മളെ കൂട്ടത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ നോക്കുകയില്ലേ? ആശയക്കുഴപ്പം അങ്ങനെ ഉണ്ടാവുമോ? ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് ഇവിടുത്തെ CPM മുഴുവൻ പോയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പിന്നെ അങ്ങനെയല്ല, അദ്ദേഹം സന്തോഷിക്കല്ലേ വേണം. എന്തിനാ പറഞ്ഞു നടക്കുന്നത്? അങ്ങനെ ഇതൊക്കെ പറയുന്ന അടവുകൾ മാറ്റി പ്രയോഗിക്കുക. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് നമ്മളെ ഇവിടെ നിന്നുള്ള CPM പ്രവർത്തകന്മാർ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആരുമില്ല. അദ്ദേഹത്തെ വഴിയിൽ വെച്ച് ആളെ ആക്രമിച്ചെന്ന് നോക്കുക. നിങ്ങൾ പത്രത്തിൽ കാണുന്നുണ്ടല്ലോ. അതും കോൺഗ്രസ്സുകാരാണല്ലോ. അതിനെക്കുറിച്ചൊന്നും മിണ്ടാട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ വേണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തിൽ പോകാൻ പാടില്ല. ഞാൻ മിണ്ടാതിരുന്നതാണ്. തർക്കത്തിൽ പോകാൻ പാടില്ല എന്നുള്ള ധാരണക്കാരനാണ് ഞാൻ. അത് ശരിയല്ല, ധാർമ്മികതയല്ല. എന്നാൽ അധാർമികമായി ആ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്
ബഹുമാനപ്പെട്ട നമ്മുടെ UDF സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന് ഇന്നത്തെ അവസ്ഥ കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയിൽ ഞാൻ പരിതപിക്കുന്നു. അത്രയല്ലേ ഇപ്പോൾ പറയാൻ കഴിയും. ഇനി വിജയപ്രതീക്ഷയിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് LDF നോക്കുന്നത്? നല്ല വിജയപ്രതീക്ഷയാണ്. ഇപ്പം ഞാനിപ്പം പോയിരിക്കുന്ന നെയ്യാറ്റിൻകര, പിന്നെ പാറശാല, നേമം, എല്ലാ മണ്ഡലത്തിലും പോയല്ലോ. എല്ലാ മണ്ഡലത്തിലും പോയപ്പോഴും എനിക്ക് ബോധ്യമായത് ജനങ്ങൾ നമ്മളോട് അടുക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പം ഇന്നലെ ആൻസലിൻ്റെ മണ്ഡലത്തിലായിരുന്നു, നെയ്യാറ്റിൻകര. ആൻസലിൻ എന്നോട് പറഞ്ഞത് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായതിനേക്കാളും വലിയ ജനങ്ങളുടെ പിന്തുണയാണ് നമുക്കുള്ളത്. മാത്രമല്ല, നമുക്ക് നിശ്ചയിച്ച സ്വീകരണത്തെക്കാളും 18 പുതിയ സ്വീകരണങ്ങളുണ്ടായി. ആളുകൾ വഴിയിൽ വെച്ച് ഒരു മേശയെടുത്ത് വെച്ച് അതിന് മേലെ തോർത്തും പൊതിച്ച് ആളുകൾ അവിടെ കാത്തിരിക്കുക. നമുക്ക് സ്വീകരണ പോയിൻ്റല്ല, പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. രാത്രി 8 മണിക്ക് അവസാനിക്കേണ്ടത് നമ്മൾ രാത്രി 10:10 അവസാനിച്ച് 10 മണിക്ക് മൈക്ക് ഓഫ് ചെയ്ത് 10:10 വരെ സംസാരിച്ച്. ഇതാണ് അവസ്ഥ. അപ്പം നമുക്ക് ജനങ്ങൾ നൽകുന്ന ഈ പിന്തുണയില്ലേ, ആ പിന്തുണ മതി. ജനങ്ങളാണ് നമുക്കെല്ലാം. ആ ജനങ്ങളുടെ പിന്തുണ മതി. പിന്നെ ഒരു കാര്യമാണ്, ഈ കോടീശ്വരന്മാരാണ് ഉള്ളത്. ആ കോടീശ്വരന്മാരുടെ ഇടയിൽ ഞാൻ കോടി ഇതുവരെ കണ്ടിട്ടില്ല. കോടി എന്ന് പറയുമ്പം എനിക്ക് ഭയവുമില്ല. ഇങ്ങനെ എത്രയോ കോടി, പക്ഷേ ജനകോടികൾ നമ്മളെ കൂടിയുണ്ട് എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. അതൊരു വലിയ സമ്പത്താണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്ത്. നന്ദി. പന്നിൻ രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രചരണ പരിപാടികൾ അത്രത്തോളം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. LDFനും ഒരു വലിയ പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നേരിടാനുള്ളത്. ആര് മത്സരിച്ച് വിജയിക്കുമെന്നുള്ളത് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കാം. അത്രത്തോളം ഒരു വലിയ വിജയം ആരുടെ കയ്യിലാണെന്ന് ആ ദിവസം തന്നെയായിരിക്കും ജനങ്ങൾ വിധി എഴുതുക. ക്യാമറമാൻ ഷാൻ JS വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ ന്യൂസ്.